വയനാട് കള്ളാടിയിൽ 5 പേർ ഇപ്പോഴും കാണാമറയത്ത്. മീനാക്ഷി പുഴയിൽ അടക്കം കാണാതായവർക്കായി ഇന്ന് തെരച്ചിൽ. 4 സോണുകളായി തിരിച്ച് തെരച്ചിൽ. ദുരന്ത ഭൂമിയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ട്. 3 ജില്ലകളിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. മലയോര മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. PSC പരീക്ഷാ ക്രമക്കേടിൽ ഉടൻ അന്വേഷണം ആരംഭിക്കാൻ ക്രൈംബ്രാഞ്ച്. SIT രൂപീകരിച്ച് ഇന്ന് ഉത്തരവിറക്കിയേക്കും. ആസൂത്രണ ബോർഡ് പരീക്ഷയും നിയമനവും വിശദമായി പരിശോധിക്കാൻ നീക്കം. PSC ചെയർമാൻ അടക്കമുള്ളവരിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ തേടും. തിരുവനന്തപുരം കൗൺസിലറിലായി വീണ്ടും സത്യപ്രതിജ്ഞാ സമയം ആവശ്യപ്പെട്ട് R. സുഗതൻ നൽകിയ ഹർജിയിൽ ഇന്ന് വിധി. അപേക്ഷ പരിഗണിക്കുക നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി. വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയെന്ന് പ്രോസിക്യൂഷൻ. തുടർച്ചയായ 2ാം ദിവസവും ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തിയ അമേരിക്ക. ചബഹാരും ബന്ദർ അബ്ബാസും അടക്കം പ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പര. ഇറാനെ നിലയ്ക്ക് നിർത്താൻ സൈനിക നീക്കം ആവശ്യമെന്ന് ട്രംപ്. US-ന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ലോകകപ്പിൽ സെമി ഉറപ്പിക്കാൻ കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ്. 1ാം ക്വാർട്ടറിൽ ഫ്രഞ്ച് പടയ്ക്ക് തടയിടാൻ മൊറോക്കോയുടെ സുവർണ്ണ നിര. ഫ്രാൻസ് മൊറോക്കോ സൂപ്പർ പോരാട്ടം നാളെ പുലർച്ചെ 1:30. ഗോളുകളിൽ മെസ്സിയെ മറികടക്കാൻ എംബാപ്പെ. ഫ്രഞ്ച് ടീമിനെ കുറിച്ചുള്ള കുറിപ്പിൽ വിവാദ കുരുക്കിലായ അമിതാഭ് ബച്ചൻ. 11-ൽ 10 കറുത്ത വർഗ്ഗക്കാർ എന്ന് പരാമർശം. താരത്തിൻ്റേത് വർഗീയ അധിക്ഷേപമെന്ന് കടുത്ത വിമർശനം. കളിക്കാരുടെ കഴിവിനെയല്ല ചർമ്മത്തിന്റെ നിറത്തെയാണ് താരം അളന്നതെന്ന് ആരാധകർ. ഇംഗ്ലണ്ടിനെതിരെ നിർണായക പോരാട്ടത്തിന് ഇന്ത്യ. 4ാം T20-യിൽ തോറ്റാൽ പരമ്പര നഷ്ടം. ഇന്ത്യയുടെ ലക്ഷ്യം ലോകകപ്പ് നേട്ടത്തിന് ശേഷമുള്ള ആദ്യ ജയം. സഞ്ജു സാംസൺ ടീമിൽ തിരിച്ചെത്തിയേക്കും. വിംബിൾഡണിൽ ഇനി സെമി ആവേശം. വനിതകളിൽ ഫൈനൽ ലക്ഷ്യമിട്ടെത്തുന്ന കൊക്കോ ഗൌഫിന് മുച്ചോവ എതിരാളി. മാർത്ത ചെക്ക് താരം ലിൻഡയെ നേരിടും. പുരുഷ സെമിയിൽ ജോക്കോവിച്ച് സിന്നർ സൂപ്പർ പോരാട്ടം നാളെ.